വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എന്തൊക്കെയാ വിശേഷം? റാഹത്തല്ലേ? അത് നോക്കണ്ട. അത് പണ്ട് നമ്മളെ SYSൻ്റെ റാലി അതിൻ്റെ സഹസംഘം കൊളാക്കിയ കുറച്ച് കൂട്ടരില്ലേനോ. അപ്പോൾ അവർ കുറച്ച് ആളുകൾ വന്ന് കൊളാക്കാൻ നോക്കിയതാണ്. ഓല് മുന്നേ പിന്നെ എല്ലാ തയ്യാറെടുപ്പുമായി വന്ന സമയമായപ്പം തന്നെ ഓല് അവിടെ എത്തിക്ക്. ഏകദേശം ആ വരുത്ത് കണ്ടപ്പം തന്നെ എനിക്ക് തോന്നിക്ക്. കാരണം എല്ലാവരും സമയത്തിന് ഒരുങ്ങി വന്നിക്ക്. പല പിന്നെ വരുത്തിൻ്റെ ഒരു ഭാവവും കോലവും നമ്മളോടുള്ള പെരുമാറ്റമൊക്കെ കണ്ടപ്പം തന്നെ ഇതിൻ്റെ റൂട്ട് എനിക്ക് ഏകദേശം തോന്നിക്ക്. അപ്പോൾ നമുക്ക് കോലം കണ്ടാലൊക്കെ തിരിയല്ലോ. പിന്നെ പാത്തിയെ വിളിച്ച് സ്വാഗതം പറഞ്ഞു. സ്വാഗതം ഞാനാണ് പറഞ്ഞത്. അപ്പോൾ സമസ്ത പറഞ്ഞു. അതിൻ്റെ ശേഷം കൃത്യമായ കാര്യങ്ങൾ വിശദീകരിച്ചു. അതിൻ്റെ ശേഷം ബഹുമാനപ്പെട്ട ശൈഖുന ഉമർ ഫൈദി ഉസ്താദ് ഉദ്ഘാടന ഭാഷണം നടത്തി. വളരെ കൃത്യമായി എന്താ ഒരു പ്രഭാഷണം എന്നാണ് കണ്ടീഷനായിട്ട് അവിടുന്ന് ഇങ്ങോട്ട് ഉൽപ്പത്തി മുതൽ ഇങ്ങോട്ട് വന്ന മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ദീന പൂർത്തീകരണം തുടങ്ങി ഇങ്ങനെ വന്ന് സമസ്തയിലെത്തി. സമസ്ത എത്തി. ഇപ്പോൾ ഇന്നത്തെ ഈ പാഠ്യപദ്ധതിക്കെതിരെയും അതുപോലെ ഇന്നത്തെ സർക്കാർ ഓൾക്ക് ദീനില്ലല്ലോ, ഞമ്മക്കല്ലേ ഇതൊക്കെ വേണ്ടിയത്, അതുകൊണ്ട് നമ്മളാണ് ഇത് നോക്കേണ്ടത് എന്നൊക്കെ പറഞ്ഞ് ആ നിലക്ക് എല്ലാം കൃത്യമായി നല്ലൊരു പ്രഭാഷണം, ഏറെ നേരം നല്ല റാഹത്തുള്ള ഒരു പ്രഭാഷണം, ഉദ്ഘാടന ഭാഷണം നടത്തി ഉസ്താദ്. അതിലൊക്കെ എല്ലാവരും പലപ്പോഴും ഇപ്പോൾ ഈ എന്താ പറയുക, എല്ലാവരും മർക്കട മുഷ്ടിക്കാരുണ്ടാവില്ലല്ലോ. എന്നാലും പിന്നെ ഇങ്ങോട്ടുമില്ല ഇതെന്താ കാര്യം തിരിയാത്ത കുറേ ആൾക്കാരുണ്ടെന്ന് വന്നതിലൊക്കെ പല ഉമറാവും നമുക്ക് അറിയുന്ന പോലെ തന്നെ. അപ്പോൾ അവരൊക്കെ ഒരു പക്ഷേ ഈ പ്രഭാഷണം കേട്ടാൽ തന്നെ അവർ ഈ ഒരാളെ കൊണ്ടാണോ ഇവർ ഇങ്ങനെയൊക്കെ പറയുന്നത്. അപ്പോൾ അത്രത്തോളം നല്ലൊരു പ്രഭാഷണം അൽഹംദുലില്ലാ. അത് കഴിഞ്ഞ് പിന്നെ അധ്യക്ഷൻ ബഹുമാനപ്പെട്ട മൊയ്തീൻ ഫൈസി ഉസ്താദ് കുറഞ്ഞ നേരം സംസാരിച്ച് പിന്നെ പദ്ധതി അവതരണത്തിന് വേണ്ടിയിട്ട് സലാം ഫൈസി ഉസ്താദിനെ ക്ഷണിച്ച് ഉസ്താദും കാര്യങ്ങളൊക്കെ വിശദീകരിച്ച് പിന്നെ അതിൻ്റെ ബൈലോ പറഞ്ഞു. ഇന്ന രൂപത്തിലാണ് വരേണ്ടത്, ഇന്ന ആളുകളാണ് വരേണ്ടത്. പിന്നെ അതത് മണ്ഡലം കമ്മിറ്റീൻ്റെ പിന്നെ പ്രസിഡൻ്റ് മുകളിൽ കമ്മിറ്റികൾ വന്ന പോലെ തന്നെ റേഞ്ച് കമ്മിറ്റി ആയാലും അതിൻ്റെ പ്രസിഡൻറ്റ് ചെയർമാനും പിന്നെ സെക്രട്ടറി കൺവീനറും, അതുപോലെ തന്നെ മണ്ഡലം ജമിയത്തുൽ ഉലമേൻ്റെ പ്രസിഡൻറ്റ് ചെയർമാനും ജനറൽ സെക്രട്ടറി കൺവീനറായിട്ടാണ് വരേണ്ടതെന്നൊക്കെ പറഞ്ഞു. കൃത്യമായി കാര്യങ്ങളൊക്കെ പറഞ്ഞ് കഴിഞ്ഞു. പിന്നെ എന്നാൽ പിന്നെ നമുക്ക് സാഹസംഘം രൂപീകരിക്കല്ലേ, ഒരു പാനൽ സാധാരണ എല്ലായിടത്തും ഉണ്ടായ പോലെ തന്നെ പാനൽ ഉണ്ടാക്കി കൊണ്ടുവന്ന് അത് വായിച്ച് അതിനനുസരിച്ച് പാസ്സാക്കാമെന്ന് പറഞ്ഞ് തീരുന്നതിൻ്റെ മുന്നേ ഒരുത്തൻ എണീറ്റ് നിന്നിട്ട് അങ്ങനെ ഒരു ബൈലുണ്ടോ, എന്നാൽ പിന്നെ ഉണ്ടെങ്കിലും ഒന്ന് കാണണം എന്നൊക്കെ പറഞ്ഞ് ജനാധിപത്യമായിട്ട് പെരുമാറണം. പിന്നെ ഞങ്ങളൊക്കെ എന്തിനാ അങ്ങോട്ട് വിളിച്ചുകൊണ്ടോന്ന്, ഞങ്ങളൊക്കെ ഇതെന്താ ഇവർ മാത്രമല്ല, ഇവർ കുറച്ച് ആൾക്കാർ പിന്നെ കുറച്ച് എഴുതി കൊണ്ടുവരും, അതൊന്നും ഇവിടെ നടക്കുന്ന കേസല്ല. പിന്നെ ജനാധിപത്യമായിട്ട് പെരുമാറുക, എല്ലാവരും അഭിപ്രായം വാങ്ങിച്ച് സദസ്സ് പറയുന്നത് അതിനനുസരിച്ച് ചെയ്യണമെന്ന് പറഞ്ഞ് ഭയങ്കര ഒച്ചപ്പാട് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒച്ചപ്പാട്. തനി തറ സ്വഭാവം. മുന്നിലിരിക്കുന്ന സലാം ഫൈസി ഉസ്താദിനെ പോലത്തെ ബഹുമാന്യരായ ആലിമ്യങ്ങൾ, അതുപോലെ തന്നെ മൊയ്തീൻ ഫൈസി ഉസ്താദിനെ പോലെ, അതുപോലെ സയ്യിദ് അലി തങ്ങളെ പോലത്തെ ബഹുമാനപ്പെട്ട സയ്യിദ് അവറുകളൊക്കെ മുന്നിലിരിക്കുന്ന സദസ്സിൽ നിന്നാണ് ഇവർ ഒരു സംസ്കാരം ഇല്ലാത്ത ഇത്തരം പ്രവൃത്തികൾ കാണിച്ചത്. വളരെ മോശമായിപ്പോയി, വളരെ സങ്കടമായിപ്പോയി. അങ്ങനെ ഏതായാലും എന്നാൽ ഇവർ സദസ്സ് നേടിയിട്ട് പറഞ്ഞു ചെയർമാനായിട്ട് അസീസ് ഫൈസി വേണമെന്ന് പറഞ്ഞു. അപ്പം പറഞ്ഞു ബൈലോ പ്രകാരമല്ലേ ഇത് നടക്കേണ്ടത്, ഇതിനൊരു ബൈലോ ഉണ്ട്, ഇങ്ങനെയൊക്കെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞു. പിന്നെ ഇങ്ങനെ കുറച്ച് നമ്മൾ കൂടി ആലോചിച്ച സമയത്ത് ഞാൻ പറഞ്ഞു ഇനി ബൈലോ ഉണ്ടെങ്കിൽ ബൈലോ പ്രകാരം ഇത് നടത്തുക. അപ്പോൾ പിന്നെ സലാം ഫൈസി ഉസ്താദ് പറഞ്ഞു അങ്ങനെ ആകുമ്പോൾ അടിച്ച് പിരിയുക ചെയ്യാം. ഞാൻ പറഞ്ഞു ഉസ്താദ് ഇതെന്തിനാ, ബൈലോ അല്ലേ, ബൈലോ പ്രകാരം നടക്കുന്ന മാതിരി നടന്നാൽ മതി, ഇല്ലാത്ത അടിച്ച് പിരിയുന്ന അത് കച്ചറുണ്ടാക്കിയിട്ട് അങ്ങനെ ഓല് പോകുന്നതാണ് ഓല് പോട്ടെ, അല്ലാതെ ഇപ്പോൾ നമ്മൾ ഓൽക്കനുസരിച്ച് തുള്ളിയിട്ട് വേറെ കമ്മിറ്റി ഉണ്ടാക്കണോ, എല്ലായിടത്തും ബൈലോ ഇവിടെ പേരാമ്പ്രക്കമായിട്ട് മാത്രം വേറെ ബൈലോ ഉണ്ടാക്കണ്ടല്ലോ. അപ്പോൾ ഇങ്ങനെയൊക്കെ പറഞ്ഞ് വിഷയങ്ങൾ കൃത്യമായിട്ട് പറഞ്ഞു. അതിനുശേഷം ഇതുപോലെ പിന്നെ ഒച്ചുണ്ടാക്കി തന്നെ ആ സമയത്ത് ബഹുമാനപ്പെട്ട തങ്ങൾ പാപ്പ എണീറ്റെന്ന് പറഞ്ഞു. അൽത്തങ്ങൾ എണീറ്റ് നിന്നപ്പോൾ ഇവർ ഒച്ചപ്പാട് തന്നെ. അങ്ങനെ ഒരാൾ ഇവരൊക്കെ ശാന്തരാക്കി. അപ്പോൾ ഏതായാലും തങ്ങൾ പാപ്പ പറഞ്ഞു പിന്നെ എന്തായാലും എല്ലാവരെയും പരിഗണിച്ചിട്ട് തന്നെയാണ് ഉണ്ടാക്കുന്നതും അതിനനുസരിച്ച് മാത്രമേ മുന്നോട്ട് പോകുള്ളൂ എന്നൊക്കെ പറഞ്ഞു. അതിനുശേഷം അവസാനം ഇങ്ങനെ കൂടി ആലോചിച്ച് പിന്നെ തങ്ങളും സലാം ഫൈസി ഇവരൊക്കെ പറഞ്ഞു അതിനകത്ത് പിന്നെ ഓരോ അഭിപ്രായ പ്രകാരം ഒരു സദസ്സും തന്നെ ഒരാളുടെ അഭിപ്രായം പറഞ്ഞു. അതിനകത്ത് പിന്നെ ചെയർമാനോ അല്ലെ കൺവീനറോ ഒന്ന് അസീസ് ഫൈസിനാക്കുക, ബാക്കിയുള്ളത് പിന്നെ അങ്ങനെ തന്നെ ആയിക്കോട്ടെ, ട്രഷറോ പിന്നെ എന്താ ജനറൽ സെക്രട്ടറി ആയിക്കോട്ടെ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഓരോ അഭിപ്രായ പ്രകാരം അങ്ങനെ ചെയ്യാമെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ മൊയ്തീൻ ഫൈസി എണീറ്റ് നിന്ന് പാനൽ എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങി. പാനൽ കൊടുത്തു. അങ്ങനെ പാനൽ വായന തുടങ്ങി. ചെയർമാനെ വായിച്ചു, ജനറൽ കൺവീനറോ വൈസ് ചെയർമാൻമാരെങ്ങനെ ഓരോരുത്തരെ വായിച്ചു. അതിൽ പറയപ്പെട്ട ഉമറാൻ്റെ പേരൊക്കെ ഉണ്ട്. എല്ലാവരെയും ഉൾപ്പെടുത്തിയിട്ടാണ് നമ്മൾ കൃത്യമായിട്ട് അതൊക്കെ നോക്കിയിട്ടാണ് പാനലിട്ട് എല്ലാ സംഘടനയും SCA SPC ഒക്കെ എല്ലാത്തിനും ഉൾപ്പെടുത്തിയിട്ട് നമ്മൾ സംഘടന ഇട്ട് നിന്നിട്ട് വായിച്ചു. അവസാനം ജനറൽ കൺവീനർ അപ്പോൾ ഇത് തിരുത്തിയില്ലല്ലേ എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് ഓരോരുത്തർ പെണ്ണും കൊണ്ട് സദസ്സ് നോടി വരുന്നത് വെട്ടിയില്ലല്ലേ എന്ന് പറഞ്ഞിട്ട് പിന്നെ അങ്ങനെ ഉസ്താദ് എൻ്റെ മുഖത്തേക്ക് നോക്കി. അപ്പോൾ ഞാൻ പറഞ്ഞു എന്താക്കുന്നത്, ഞാൻ പറഞ്ഞു നിങ്ങൾ ഇഷ്ടം പോലെ ചെയ്തോളി, ഞാനൊന്നിനുമില്ല. അപ്പോൾ ഏതായാലും അങ്ങനെ അത് വായിച്ചു. ആ വായിച്ച സമയത്ത് സദസ്സിൽ നിന്ന് ബഹുമാനപ്പെട്ട ജലീൽദാരി ഉസ്താദ് ചോദിച്ചു അല്ല ഇതിനൊരു ബൈലോ ഇല്ലേന്ന്. അതും പതുങ്ങിയ സ്വരത്തിൽ. ഇവർ നേരത്തെ ചോദിച്ച അതേ ചോദ്യം ഇവർ ചോദിച്ചു, നേരത്തെ ബൈലോ ഉണ്ടെന്ന് കാണണം. അപ്പോൾ ഇവർ പറഞ്ഞ അതേ ചോദ്യം
പതിഞ്ഞ സ്വരത്തിൽ ജലീൽ ഹനീഫ് ഉസ്താദ് ഇവർ ആക്രോശിച്ചമാതിരി ഒച്ചപ്പാടും ബഹളം ഒന്നും ഉണ്ടാക്കിയില്ല. പതിഞ്ഞ സ്വരത്തിൽ ചോദിച്ച ആ ചോദ്യത്തിന് അപ്പോഴേക്ക് പിന്നെ ഇവർ സീറ്റിൽ നിന്ന് എണീറ്റ് ഭയങ്കര ഒച്ചപ്പാടും ബഹളമല്ലോ. നേരത്തെ ഇതേ ആളുകളാണ് പറഞ്ഞ ജനാധിപത്യ ബോധത്തെ മാനിക്കാനും ആളുകളെ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞ ആളുകൾ ജലീൽ താരിമി ഒരു മൂപ്പര അഭിപ്രായം ചോദിച്ചു. സദസ്സിൽ ഇപ്പോൾ വന്ന ആളുകൾക്ക് ആരായാലും അവരുടെ അഭിപ്രായം പറഞ്ഞൂടെ? അതിനു പോലും സമ്മതിക്കാത്ത തനി ഫാസിസം കാണിച്ച ഈ ആളുകൾ അവരാണ് ഈ പ്രശ്നം മുഴുവൻ ഉണ്ടാക്കിയത്. എന്നിട്ട് ബൈലോ പ്രകാരം പിന്നെ ഈ ബൈലോൻ്റെ ആവശ്യമില്ലല്ലോ, ഓരോ നാട്ടിൽ ഓരോരുത്തർ പറയുന്ന മാതിരി ഉണ്ടാക്കുന്നതാണ്. പിന്നെ മേൽക്കമ്മിറ്റി തരുന്ന ബൈലോ അനുസരിച്ചാണ് നമ്മൾ ഇവരൊക്കെ വിളിച്ച് ഇങ്ങനെയൊക്കെ കാര്യങ്ങളുണ്ടായി. പിന്നെ ഭയങ്കര ഒച്ചപ്പാടും ബഹളവും തന്നെ ആയി. അങ്ങനെ ഭയങ്കര ഒച്ചപ്പാടായപ്പോൾ തങ്ങൾ എണീറ്റെന്ന് പറഞ്ഞു യോഗം പിരിച്ചു വിട്ടിരിക്കുന്നു, പാനൽ അവതരിപ്പിച്ചിട്ടില്ല, പാസ്സാക്കിയിട്ടില്ല, യോഗം പിരിച്ചുവിട്ടു എന്ന് പറഞ്ഞു. തങ്ങൾ മൈക്കെടുത്ത് ഉച്ചത്തിൽ പറഞ്ഞു. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് സലാം വൈസുസ്ഥാനോട് ഒരാൾ ചോദിക്കുന്നുണ്ട്, ജമിയത്തുൽ ഉലമക്ക് മാത്രം എന്താ ചെയർമാനും കൺവീനറും കൊടുക്കുന്നത്, അതിലെന്താ മാന്യത? ഇത് അന്തമുള്ള ആളുകൾ ചോദിക്കുന്ന ചോദ്യമാണോ? മഹത്തായ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ സമ്മേളനമാണ്, അതിൻ്റെ സ്വാഗത സംഘമാണ് രൂപീകരിക്കുന്നത്. അതിൻ്റെ മണ്ഡലം കമ്മിറ്റി ജമിയത്തുൽ ഉലമയാണ് ഇത് യോഗം വിളിച്ചു കൂട്ടുന്നത്. അത് ചെയ്യേണ്ടത് ജമിയത്തുൽ ഉലമേൻ്റെ കീഴ്ഘടകങ്ങളാണ്. എവിടെയും ജമിയത്തുൽ ഉലമേൻ്റെ കീഴിലല്ലേ ഈ വരുന്ന എല്ലാ സംഗതികളും, എല്ലാം ജമിയത്തുൽ ഉലമക്ക് കീഴിലാണല്ലോ ബാക്കിയുള്ള എല്ലാ ഉപസംഘടനകളും. അതുപോലും മനസ്സിലാക്കാതെ എന്നാൽ അതിന് നേതൃത്വം കൊടുക്കേണ്ടിവരല്ലേ? അതിൻ്റെ ഒരു ഒപ്പരം ബാക്കിയുള്ള സംഘടനകളൊക്കെ ഒന്നിച്ച് നിൽക്കണം, എന്നിട്ട് നടത്തേണ്ടതാണ്. ഇതൊരു ഉലമാവ് മാത്രം അല്ലേ ഉമറാവ് മാത്രം, ഇത് മാത്രം എന്നുള്ള പരിപാടി ഇതിലില്ലല്ലോ. ഒന്നിച്ച് യദുല്ലാഹി അലൽ ജമാ എന്നല്ലേ, എല്ലാവരും ഒന്നിച്ച് നിൽക്കണ്ടേ? അത് ചില ആളുകൾ പറയുന്ന ധാർഷ്ട്യത്തിനനുസരിച്ച് മാത്രം എത്രത്തോളം തന്നെ പറയുന്നതൊന്ന് കേൾക്കാനുള്ളൊരു മനസ്സ് പോലും ഒരാളും കാണിച്ചില്ല. ഓല് പറയുന്നത് അങ്ങ് അംഗീകരിക്കണം. അതിപ്പോൾ ഇവിടെ നടക്കുന്ന കേസല്ലല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള വിഷയങ്ങളുണ്ടായി. അതുപോലെ തന്നെ ജമിയത്തുൽ ഉലമ എന്ന് പറഞ്ഞാൽ ഇവർ കുറച്ച് ആളുകളാണ് മാത്രമാണോ എന്ന് ചോദിച്ചപ്പോൾ അപ്പോൾ സലാം വൈസ് ഉസ്താദ് പറഞ്ഞു അല്ലാന്ന്. പക്ഷേ അത് പറഞ്ഞപ്പോൾ നമുക്കൊരു പ്രയാസം ഉണ്ടായി. കാരണം ജമിയത്തുൽ ഉലമ ആണ്. ഉലമ എന്ന് പറഞ്ഞാൽ ഉലമ എന്നല്ലേ, അവരല്ലേ മുന്നിൽ നിൽക്കേണ്ട ആളുകൾ, നേതൃത്വം കൊടുക്കേണ്ട ആളുകൾ, മറ്റുള്ളവരൊപ്പം കൂടേണ്ടിയവരല്ലേ. എല്ലാത്തിനും ഒന്നിച്ച് നിൽക്കുമ്പോൾ ഉമറ ബന്ധം ഒന്നിച്ച് നിൽക്കുമ്പോഴാണ് എവിടെയും വിജയമുള്ളൂ. അതെല്ലാം സഹദ പ്രാശനത്തിലെ വിഷയങ്ങളൊക്കെ നമ്മളെ ഉന്നമനത്തിൻ്റെ കാരണം, അതുപോലെ പുറംനാടുകളിലെ വിഷയങ്ങൾ, ഇതൊക്കെ എൻ്റെ സഹദ പ്രാശനത്തിൽ ഞാൻ സൂചിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ എന്തായാലും ഇവർ ഇങ്ങനെ ഒരു കാര്യം മുൻകൂട്ടി കണ്ടുകൊണ്ട് പ്ലാൻ ചെയ്ത് വന്നതാണ്. അതിൻ്റെ പുറമെ നമ്മളെ നെഞ്ച് പൊട്ടിപ്പോയൊരു സംഗതി എന്ന് പറഞ്ഞാൽ മഹാനായ തങ്ങളവറുകൾ അവിടെ നിന്ന് എണീറ്റ് പോകുന്ന സമയത്ത് 2-3 ആളുകൾ മുന്നിൽ നിന്ന് തടഞ്ഞിട്ട് എങ്ങോട്ട് നിങ്ങൾ പോകുന്നത്, നിങ്ങൾ പേരത്തേക്കാണ് പോകുന്നത്, ഇത് പാനൽ വായിക്കാണ്ട് നിങ്ങൾ പോകാൻ പാടില്ല, ഇത് തീർപ്പാക്കിയിട്ട് വായിച്ചിട്ട് പോയാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ട് 2-3 ആളുകൾ ഭയങ്കര സ്ട്രോങ്ങിൽ, മഹാനായ തങ്ങളവറുകൾ ഭയങ്കര സ്ട്രോങ്ങിൽ തിരിച്ചു അവരോട് പ്രതികരിക്കേണ്ടി വന്ന ആ ഒരു രംഗം കണ്ടപ്പോൾ ഞാനൊക്കെ നോട്ട് വിട്ടിട്ട് പാഞ്ഞ്, ഈ ഒപ്പിടാൻ വെച്ച നോട്ടുണ്ടായിരുന്നു അത് എടുത്തിട്ട് പാഞ്ഞ് തങ്ങളെടുത്തേക്ക്. പക്ഷേ അപ്പോഴേക്ക് ആരല്ലോ പിടിച്ച് തങ്ങളെ മെല്ലെ കൊണ്ടുപോയി തങ്ങളെ പോയി വണ്ടി കയറ്റി കൊടുത്തു. അത്രത്തോളം ഇവർ ഇപ്പോൾ പാണക്കാട് സയ്യിദ് സ്നേഹം പറയുന്നവരാത് തങ്ങന്മാരെ ബഹുമാനിക്കാനും ആദരിക്കാനും ഒരു തരി പഠിച്ചിട്ടില്ലാത്ത സമൂഹം. എനിക്ക് ഓർമ്മയുണ്ട്, നമ്മളൊക്കെ ഈ ലീഗിനെയും അതുപോലെ ഇങ്ങനത്തെ ഉള്ള സംവിധാനങ്ങളെയൊക്കെ വളരെയധികം ആത്മാർത്ഥമായി സ്നേഹിക്കുമ്പോഴും ചില കാര്യങ്ങൾ കാണുമ്പോൾ നമ്മൾ പ്രയാസം ഉണ്ടായാലുണ്ട്. ഇതുവരെ എവിടെ ഇങ്ങനെ പറഞ്ഞിട്ടില്ല, ആരോടും പറയാത്തൊരു സംഭവം എന്ന് വെച്ചാൽ ഒരു പോസ്റ്റർ ഉദ്ഘാടനം ഉണ്ടായിരുന്നു. അതിൽ മഹാനായ തങ്ങൾ അന്ന് യൂത്ത് ലീഗിൻ്റെ പ്രസിഡൻ്റാണ്, മണ്ഡലം പ്രസിഡൻ്റാണെന്ന് എൻ്റെ ഓർമ്മ. അന്ന് യൂത്ത് ലീഗിൻ്റെ മണ്ഡലത്തിലുള്ള ചോട്ടാ നേതാക്കൾ വരെ തങ്ങൾ പാപ്പാൻ്റെ മുന്നിൽ നിന്നിട്ട് പോസ്റ്ററും പിടിച്ചിട്ട് തങ്ങൾ ബേക്കിൽ, എൻ്റെ നെഞ്ച് പൊട്ടിപ്പോയൊരു സംഗതിയാണ്. അതേപോലെ അതവും ആദരവും അതില്ലേ, പിന്നെ ബാക്കി എന്തുണ്ടായിട്ടും കാര്യമില്ലല്ലോ. അപ്പോൾ ഈ തരത്തിൽ ഇവർ പെരുമാറി അവിടെ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി കലഹമുണ്ടാക്കി, ഇങ്ങനെയാണ് അവിടെ നമ്മുടെ സ്വാഗത സംഘ രൂപീകരണം കലങ്ങി മറിഞ്ഞ് പിരിയേണ്ടി വന്നത്. ഈ അസീസ് ഫൈസിയാരെന്നറിയോ? ആ റാലിൻ്റെ സമയത്ത് ജമല്ലയിൽ തങ്ങൾ വന്നാൽ ഇവിടെ ആകെ പ്രശ്നമാകും, അദ്ദേഹത്തിൻ്റെ മാലിലെ ഖാലിസ്ഥാൻ അങ്ങനെയാണ്, വിഷയമാണ്, പ്രശ്നമാണെന്നൊക്കെ പറഞ്ഞ ആളാണ്. അതുപോലെ തന്നെ കൂട്ടത്തിൽ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം, നമ്മുടെ പ്രവർത്തകർ അൽഹംദുലില്ലാ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ യഥാർത്ഥ പ്രവർത്തകർ ആദ്യഘട്ടത്തിലൊക്കെ വളരെ സംയമനം പാലിച്ച് ഒന്നും വേണ്ടിയില്ല. ഇവർ വല്ലാതെ ഒച്ചപ്പാടുണ്ടാക്കി വല്ലാതെ വിഷയമായി. അപ്പോൾ ഈ പാനൽ അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് കൺവീനറെ മാറ്റിയ സമയത്താണ് എഴുതാനും വേണ്ടിയിട്ടെന്ന് ചോദിക്കുന്നതും അതിനുശേഷം അത് ചോദ്യം ചെയ്തതും നട്ടലോടുകൂടെ ഓരോരുത്തരും പ്രതികരിച്ചു. ആ പ്രതികരിച്ച സമയത്താണ് അതിൻ്റെ പ്രതിഫലനം അവിടെ കണ്ടത്. അവർ വിചാരിച്ചു ഓല ആ ഭീഷണിക്ക് വഴങ്ങി അതങ്ങനെ ഓൽക്കനുസരിച്ച് അങ്ങ് പോകും. പക്ഷേ അവിടെ എന്ത് ചെയ്തില്ല, നമ്മുടെ മക്കൾ അൽഹംദുലില്ലാ നട്ടലോടുകൂടെ പ്രതികരിച്ചു, അവരുടെ ധിക്കാരം അവിടെ അവസാനിപ്പിച്ചു. ആ ഒരു രീതിയിൽ അത് അങ്ങനെ അവിടെ നിന്നു. അതാ സംഭവിച്ചത്. ഇൻഷാ അല്ലാഹ് ഏതായാലും അള്ളാഹു ഇതിനൊക്കെ ഒരു പരിഹാരം ഹൈറിലാക്കി തരട്ടെ. ചില ആളുകൾ ഇങ്ങനെ കച്ചറക്ക് വേണ്ടി നടന്നപ്പോൾ എന്താ ചെയ്യുക? ഇന്നത്തൊന്നും ഒരു വിഷയം ഉണ്ടാക്കേണ്ടിയില്ലല്ലോ. ഇൻഷാ അല്ലാഹ് എന്തായാലും അള്ളാഹു ഇതിലൊക്കെ എന്തെങ്കിലുമൊക്കെ ഹൈറ് കാണുന്നുണ്ടാവും. അള്ളാഹു ഉമ്മത്തിന് ഐക്യം നൽകട്ടെ. എല്ലാ കുതന്ത്രങ്ങളിൽ നിന്ന് അള്ളാഹു നമ്മളൊക്കെ സംരക്ഷിക്കട്ടെ. ആമീൻ.